നാലാമത്തതല്ല, ആറാമത്തത്, മൂന്നാമത്തെ അക്ഷരം. അത്താലത്ത് മിനൽ കലിമാത്തില്ലത്തി, ഒരു കലിമത്തിൽ നിന്നുള്ള മൂന്നാമത്തെ, ചില കലിമത്തുകളിൽ നിന്നുള്ള മൂന്നാമത്തത്. അല്ലത്തി, അങ്ങനത്തെ കലിമാത്തുകളാണ് ജാഅത്ത് അലാ സലാത്തി ഔജുഹിൻ. നഅം ബി ഫതഹത്തൈനി, നഅം എന്ന്. ഫിഖാലു ഫീഹാ, നഅമിൽ പറയപ്പെടും ഹർഫു തസ്ദീഖിൻ, വാസ്തവമാക്കുന്ന അക്ഷരം. എപ്പോഴാണത് പറയുന്നത്? ഇദാ വഖഅത്ത് ബഅദൽ ഖബറിൽ മുസ്ബത്തി, മുസ്ബത്തായ ഖബറിലെ സംഭവിച്ചത്. നഹ്വു ഖാമ സൈദുൻ എന്ന്, സൈദ് നിന്നോന്ന. വൽ ഖബറിൽ മൻഫിയിലും നഹ്വു മാ ഖാമ സൈദുൻ. വഖാല ഫീഹാ, ഇതിൽ പറയും ഹർഫു ഇലാമിൻ. എപ്പോഴും ഇദാ വഖഅത്ത്, ഇലാമിന്റെ അക്ഷരം എന്നാണ് നഅം എന്നതിന് തർക്കീബ്. ഇദാ വഖഅത്ത് ബഅദൽ ഇസ്തിഫ്ഹാമി നഹ്വു ഹൽ ഖാമ സൈദുൻ നഅം. നഅം എന്നതിന് തർക്കീബ് എന്ന് വെച്ചാൽ ഹർഫു ജവാബിൻ എന്ന് പറയും, അല്ലെങ്കിൽ ഹർഫു ഇലാമിൻ. എന്താ? വയുഖാലു ഫിഹാ ഹർഫു വഅദിൻ. വഅദിന് ശേഷം സംഭവിച്ചാൽ എന്തു പറയും? ഇദാ വഖഅത്ത് ഹർഫു വഅദിൻ എന്ന് പറയും. ഏടാ, ഇദാ വഖഅത്ത് ബഅദ ത്വലബി നഹ്വ യുഖാല ലക, എന്നോട് പറയപ്പെടുന്നു, അഹ്സിൻ ഇലാ ഫുലാനിൻ, ഫുലാനിലേക്ക് നീ ഇഹ്സാൻ ചെയ്യണം ട്ടോ. ഫതഖൂലു നഅം, അതെ. അപ്പൊ കരാറിന്റെ ഹർഫായി, അതാ വഅദ്. മിൻ മജീഇഹാ, ആ നഅം എന്നതിൽപ്പെട്ടതാണ്. അയ്ദൻ ലിൽ ഇലാമി ബഅദൽ ഇസ്തിഫ്ഹാമി, ഇസ്തിഫ്ഹാമിന് ശേഷം ഇലാമിന് വേണ്ടി നഅം എന്നതിൽപ്പെട്ടതാണ്. ഖൗലുഹു തആല ഫഹൽ വജദ്തും മാ വഅദ റബ്ബുക്കും ഹഖ്ഖാ, നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് കരാറ് ചെയ്തതിനെ നിങ്ങൾ എത്തിച്ചോ? ഖാലു, അവര് പറയും നഅം എന്ന് പറയും. അല്ല, ഞാൻ രണ്ടെണ്ണമായിട്ട് നമ്മൾ പറഞ്ഞേക്കുന്നത്. തലബിന് ശേഷം വരികയാണെങ്കിൽ ഹർഫു വഅദിനെന്നും, അതല്ല ഖബറിന് ശേഷം വരും, അത് ഖബർ മൻഫി ആയാലും മുസ്ബത്തായാലും ഹർഫു ഇലാമിനെന്നും. ഇങ്ങനെയാണ് ഉള്ളത്. മനസ്സിലായില്ല? വാദൽ മാന, ഇപ്പറഞ്ഞ മാന വഹുവ, ഏതാണ് ആ മാന? മജീഉ നഅം ലിൽ ഇലാമി, ഇലാമിന് വേണ്ടി വരുമെന്നുള്ള മാന. ലം യുനബ്ബിഹ് അലൈഹി, അതിന്റെ മേൽ തംബീഹ് ചെയ്തിട്ടൊന്നുമില്ല ഇമാം സീബവൈഹി റഹ്മഹുല്ലാഹ്. ഫഇന്നഹു, കാരണം മഹാനായ സീബവൈഹി തങ്ങൾ കാല പറഞ്ഞു, നഅം ഇദത്തുൻ വ തസ്ദീഖുൻ, നഅമാകുന്നത് ഇദത്തുൻ, ഇദത്താണ്. വഅദ ഇദത്തൻ, കരാറിന്റെ ഹർഫാണ്, തസ്ദീഖിന്റെ ഹർഫാണ് എന്ന് പറഞ്ഞു. ഫലം യസിദ്, അവർ കൂടുതലാക്കിയില്ല, അലാ ദാലിക, ഇതിനേക്കാൾ. അൽ കലിമത്തു റാബിയത്തു, നാലാമത്തെ കലിമത്ത്. അപ്പൊ നഅം എന്നുള്ളത് ഹർഫു ഇലാമിൻ ഹർഫു വഅദിൻ എന്നൊക്കെ നമുക്ക് വേണം തർക്കി പറയാം. അറാബി മാ ജഅല സലാത്തി ഔജുൻ ഇ ബികസറിൽ ഹംസത്തി വസുകൂനിൽ യാഇൽ മുഖഫഫ വഹിയ ഹർഫു ജവാബിൻ ബിമൻസിലത്തി നഅം, നഅമിന്റെ സ്ഥാനത്തുള്ള ജവാബിന്റെ അക്ഷരമാണ്. ഫതകൂനു, അപ്പോൾ ഈ ആകും ലി തസ്ദീഖിൽ ഖബരി, ഖബറിനെ വാസ്തവമാക്കാനാകും. വലി ഇലാമിൽ മുസ്തഖ്ബിരി, മുസ്തഖ്ബിറിനെ അറിയിക്കാനാകും. വലി വഅദി ത്വാലിബി, ത്വാലിബിനോടുള്ള വഅദിനും ആകും. ഫതഖഉ, അപ്പോൾ ഈ സംഭവിക്കുന്നതാണ്. ബഅദ നഹ്വി ഖാമ സൈദുൻ വമാ ഖാമ സൈദുൻ വഹൽ ഖാമ സൈദുൻ വളിബ് സൈദൻ, ഇതുപോലെ തന്നെ കമാ തഖഉ നഅം ബഅദ ഗായിബകൾക്ക് ശേഷം നഅം സംഭവിക്കുന്നത് പോലെ തന്നെ. ഇങ്ങനെയാണ് ഹാദാ
മുഖ്തദി തശ്ബീഹ്, തശ്ബീഹിന്റെ മുഖ്തദി അങ്ങനെ ആകുന്നു. ബി മൻസിലത്തി നഅം എന്ന് പറഞ്ഞല്ല, നഅമിന്റെ സ്ഥാനത്ത് എന്ന് പറഞ്ഞാൽ അതാ അവിടെ തശ്ബീഹ് നോക്കിയാലൊന്നും കാണത്തൊന്നുമില്ല. ഇബ്നുൽ ഹാജിബ് പറഞ്ഞു അന്നഹ ഈ എന്നുള്ളത് ഇന്നമാ തഖഅ ബഅദൽ ഇസ്തിഫ്ഹാമി ഖാസ്സത്തൻ, ഇസ്തിഫ്ഹാമിന് ശേഷം സംഭവിക്കുന്നതാണ് പ്രത്യേകിച്ചും. പിന്നെ പക്ഷെ ഇല്ല അന്നഹ എങ്കിലും ഈ എന്നുള്ളത് തുഫാരിഖു അതെതിരാകും നഅം എന്നതിനോട് മിന്നൈദു കൗനുക തഖ്തസ്സു ബിൽ ഖസമി ബഅദഹ, എന്താ അതിനുശേഷം ഖസമുണ്ടാവും, നഅമിലതുണ്ടാവുകയില്ല. ലൗ ഖൗലി തആല വയസ്തംബിഊനക അഹഖുൻ ഹുവ, തങ്ങൾ അവരോട് വന്ന് ചോദിക്കും സത്യമാണോ, കുൽ നബിയെ തങ്ങൾ പറയണം ഈ വറബ്ബീൻ സത്യം, വേണ്ട ഇന്നഹു ലഹഖുൻ അൽ കലിമത്തുൽ ഖാമിസത്തു മിമ്മാ ജാഅ അലാ സലാസത്തി ഔജുഹിൻ ഹത്തയാണ്. ഫഅഹദു ഔജുഹിഹാ, ഹത്തയുടെ വിഭാഗങ്ങളിൽ നിന്നും ഒന്ന് അന്തകൂന ജാറത്തനാകലാണ്. ഫതദ്ഖുലു, അപ്പോൾ അത് കടക്കുന്നതാണ് ഏതിന്റെ മേലെ, അലസ്മി സ്വരീഹായ ഇസ്മിന്റെ മേലെ കടക്കും, അല്ലാഹിറായ ഫതകൂന ബിമാന ഇലയാകും, ഫിദ്ദലാലത്തിന്റെ വിഷയത്തിൽ ഇലയുടെ മാനക്കാകും, അലന്തിഹായിൽ ഗായ, അലന്തിഹായിൽ ഗായത്തിന്റെ ഇന്തിഹാ, ഗായത്തുടേതിന്റെ ഇന്തിഹാ എന്നർത്ഥം വെച്ച് പഠിക്കണം. ഗായത്തെന്ന് പറഞ്ഞാൽ തന്നെ ഇന്ത്യാന്ന, പിന്നെ എങ്ങനെ ഇന്ദുവോ? അപ്പൊ അവിടെ അത് വീസാനുണ്ട്, അലന്തിഹായി ദിൽ ഗായത്തി, ഗായത്തുടേതിന്റെ അറ്റം എന്ന്. വേണ്ട നഹു ഹത്താ മത്ലഇൽ ഫജ്രി പോലെ, ഹത്താ ഹീനിൻ പോലെ. മത്ലഇ എന്നുള്ളത് വഹൽ മജ്റൂറുഹാ ദാഖിലുൻ ഫീമാ ഖബ്ലഹ ആണോ, ഹത്ത കൊണ്ട് ജർറ് ചെയ്യപ്പെട്ടത് ഹത്തയുടെ മുമ്പുള്ളതിൽ പ്രവേശിച്ചതാണോ, ഔ ഖാരിജുൻ അൻഹു അല്ലെങ്കിൽ അതിനൊട്ട് പുറത്താണോ, ഔ ദാഖിലുൻ ദാറത്തൻ ഔ ഖാരിജുൻ നുഖറ, ഒരു സന്ദർഭത്തിൽ ചില സന്ദർഭത്തിൽ കടക്കുകയും മറ്റു ചില സന്ദർഭത്തിൽ പുറത്തു പോവുകയുമാണോ. അഖ്വാലുൻ, ഒരുപാട് ഖൗലുകൾ പറയാനുണ്ട്. ദഹബ സീബവൈഹി റഹ്മഹുല്ലാഹി വൽ മുബർറദ് തങ്ങളും അബൂബക്കർ തങ്ങളും അബൂ അലിയും തങ്ങളും ഇലൽ അവ്വലി ദാഖിലാണ് എന്ന്. വദഹബ അബൂ ഹയ്യാൻ തങ്ങളും വസ്ഹാബുഹും ഇലസാനി, വദഹബ സഅലബു വസാഹിബു ദഖായിരി ഇലസാലിസി. കഴിഞ്ഞു. വഅലൽ ഇസ്മിൽ മുഅവ്വലി, മുഅവ്വലായ ഇസ്മിന്റെ മേലും കടക്കുന്നതാണ്. എന്തിനാൽ മിൻ അൻ മുദ്മറത്തൻ വമിനൽ ഫീലിൽ മുദാരിഇ എന്ന്, മുദാരിയായ ഫീലിനാലും മുദ്മറത്തായ അന്നിനാലും കൊണ്ട് വ്യാഖ്യാനിക്കപ്പെടുന്നത്. അപ്പൊ തക്കൂനു ആ ഹത്തയാകും, താറത്തൻ ബിമാന ഇലയാകും. നഹ്വു ലൻ നബ്റഹ അലൈഹി ആകിഫീന ഹത്താ യർജിഅ ഇലൈനാ മൂസാ എന്ന്. വേണ്ട എന്തിനാൽ മുഅവ്വല് മിൻ അൻ, ഹാലക്കൗനി അന്ന് തന്നെ മുദ്മറത്തൻ വുജൂബൻ, പിന്നെന്തിനാലും മുഅവ്വല് മിനൽ ഫീലിൽ മുദാരി വഹിയ ഫീ ദാലിക, അത് അലാ വജിഹൈനിയാണ്. ഫതകൂനു താറത്തൻ ബിമാന ഇലയാകും. നഹു ഖൗലി തആല ലൻ നബ്റ, ഞങ്ങൾ ആയിക്കൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ അതിന്റെ മേലാക്കിവിന വചനമിരിക്കുന്നവരായിക്കൊണ്ടേയിരിക്കും. ഹത്താ യർജിഅ ഇലൈനാ മൂസാ, അൽ അസ്ലു ഫി തഖ്ദീരി ഹത്താ അൻ യർജിഅ എന്നാണ്. ബി അൻ വൽ ഫീൽ മുദാരിഇ ഐ ഇലാ റുജൂഇഹി എന്നാണ്. ബിതഅ്വീലിൽ മസ്ദരി അല്ല, മിൻ അന്ന വൽ ഫീലി ഐ ഇലാ സമാനി റുജൂഇഹി എന്നാണ്. ബിതഖ്ദീരി സമാനിൻ, ഒരു സമാനെ സങ്കല്പിക്കണം അവിടെ. വദാലിക, എന്തിനെ സങ്കല്പിക്കുന്നത്? ലഅന്ന റുജൂഅ, മടങ്ങൽ ലാബുദ്ദ ലഹു, മടങ്ങലിന് കൂടാണ്ട് കഴിയില്ലല്ലോ. മിൻ സമാനിൻ, ഒരു സമാനെ തൊട്ട്. യകൂനു ഹുസൂലുഹു, ആ മടങ്ങലിന്റെ ഹുസൂലാകും. ഫീഹി, അതിലാകും. കണ്ടാ, പക്ഷെ സമാന്റെ മേലെ അറിയിക്കുക എന്നുള്ള ഇൽത്തിസാമിയാണ് കേട്ടാ. ഒരു ഫീലും അതിന്റെ മദ്ഹൂലും മസ്തറിന്റെ മേൽ അറിയിക്കുക എന്നുള്ളത് അത് വദഇയാണ്. മനസ്സിലായില്ല? സമാന്റെ മേൽ അറിയിക്കല് ഫീലാകുമ്പോ അതിനെന്തുണ്ട്?
ഇൽത്തിസാമിയാണ്. ഇല്ലാ അന്ന ദലാലത്തുൽ മസ്ദരി അല സമാനി ഇൽത്തിസാമിയത്തുൻ വ ദലാലത്തുൽ ഫീലിൽ മുഅവ്വലി മിൻഹു വൽ മസ്ദറു അല സമാനി വദഇയ്യത്തുൻ എന്നാണ്. അല്ലാ പിന്നെ വതകൂനു ഹത്താ താറത്ത് ബിമാന കൈ തഈലീലിയാവും. നഹു ഖൗലിക ലിൽ കാഫിരി അസ്ലിം ഹത്താ തദ്ഖുലൽ ജന്ന ഐ കൈ തദ്ഖുലഹ എന്നാണ്. ഐ ലിഅജലി ദുഖൂലിഹ എന്നാണ്. വതകൂനു ഹത്താ ബിൽ മൗളിഇനി ഫിൽ മൗളിഇൽ വാഹിദി ഒരു സ്ഥലത്ത് തന്നെ തഹത്തമിലുഹുമാ രണ്ട് മയനയ്ക്കും വരുന്നതാണ്. ഇലാ ഇടമയനയ്ക്കും വരും എന്നതാണ്. പിന്നെയോ ഇല്ല ഇടമയനയ്ക്കും കൈയിടമയനയ്ക്കും വരുന്നതാണ്. പിന്നെ നിങ്ങൾ യുദ്ധം ചെയ്യണം. അല്ലത്തി തബ്ഗി അക്രമം ചെയ്യുന്നൊരു കൂട്ടരോട് യുദ്ധം ചെയ്യണം. ഹത്താ തഫീഅ ഇലാ അംരില്ലാഹ് അള്ളാന്റെ കൽപ്പനയിലേക്ക് അവർ മടങ്ങുന്നത് വരെ യുദ്ധം ചെയ്യണം. അല്ലെങ്കിൽ മടങ്ങാൻ വേണ്ടിയിട്ട് യുദ്ധം ചെയ്യണം. ഏറ്റമില യകൂനൽ മഅന അലൽ ഗായത്തി ആകാം അബിത്തൈലീലിയാകാം ഐലാൻ തഫിയ എന്നും ഔ കൈ അൻ തഫിയ എന്നുമാകാം. വൽ ഗാലിബു അന്നഹാ തകൂനു ലിഗൈരി ദാലിക എല്ലാത്തിനും വേണ്ടിയിട്ട് വരുമെന്നതാണ് കൂടുതലും. ഗാലിബും അങ്ങനെയാണ്. ശരി, നീ ഇന്നാലെ വിളിച്ചിട്ട് ഒന്ന് എടുക്കാൻ എന്താ